ഹലോ, ഡോക്ടർ എലിസബത്ത്. എലിസബത്ത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആക്ടർ ബാലയുടെ ഭാര്യ. ഭാര്യയല്ല എന്നൊക്കെ അങ്ങേര് പറയുന്നുണ്ട്. കുറേ ആൾക്കാരെയും വിളിച്ചു വരുത്തി, ഫങ്ഷനും നടത്തി, താലിയും കെട്ടി, പരസ്പരം മാലയും ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പം ഭാര്യയല്ല എന്ന് പറയുന്നതിൽ എന്തിതുണ്ടെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ എവിടെ വെച്ചാണ്, അതിപ്പോൾ പള്ളിയിൽ വെച്ചാണോ അമ്പലത്തിൽ വെച്ചാണോ എവിടെ വെച്ചാണെങ്കിലും നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാര്യ തന്നെയാണ്. അത് ലീഗലാവണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇന്ന് കണ്ട ന്യൂസ് എന്ന് വെച്ചാൽ എലിസബത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചു. കുറേ നാളായിട്ട് ബാലയും എലിസബത്തും ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ഇനി എലിസബത്ത് പറയുന്നതൊന്ന് കേൾക്കാവേ. ആക്ച്വലി എനിക്ക് പല കാര്യങ്ങളും സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് B, O, C എന്നൊക്കെ പറഞ്ഞിട്ടിട്ട് take care of your family, money sucking leeches, കണ്ടിന്യൂസ് ആയിട്ട് പല ത്രെറ്റനിങ് വീഡിയോകളും പലതും, അവരുടെ കൗണ്ടർ കേസുകൾ, ഒരു ഈവൻ കല്യാണം തന്നെ നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫങ്ഷൻ തന്നെ നടന്നിട്ടില്ല. പിന്നെ നിങ്ങൾ നാട്ടുകാരെയും വീട്ടുകാരെയും വിളിച്ചിട്ട് സിനിമ ഷൂട്ടിംഗ് നടത്തിയാണോ ബാല അവിടെ? ചീഫ് മിനിസ്റ്ററിന് കംപ്ലൈൻറ്റ് കൊടുത്തു, പോലീസിൻ്റെ കംപ്ലൈൻറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആരും ഇതിൻ്റെ കംപ്ലൈൻറ്റ് മോളിന്ന് താഴത്തേക്ക് കുന്നോളം ഡിവൈസ് ഓഫീസിലെത്തി. ഒരു തവണ വീട്ടിൽ വന്നിട്ട് അന്വേഷിച്ചു. പിന്നെ അതിൻ്റെ റിസൾട്ട് അറിയില്ല. ഒരു പഴഞ്ചൊല്ലുണ്ട്, ഈ പണത്തിൻ്റെ മുകളിൽ പരുന്തും പറക്കത്തില്ല എന്നുള്ളത്. പൊതുവേ പെൺകുട്ടികൾ ഒരു കേസ് കൊടുത്താൽ അതിന് പെട്ടെന്ന് പരിഹാരം ഉണ്ടാവാറുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷെ ഇവർ കേസ് കൊടുത്തിട്ട് മാസങ്ങളായി, എന്നിട്ട് അതിലൊരു തീരുമാനവും വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പഴഞ്ചൊല്ല് എങ്ങനെ ഇവിടെ കണക്റ്റ് ആവുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്നുമില്ലെങ്കിൽ 250 കോടിയുടെ ആസ്തികളല്ലേ ബാല? നിങ്ങൾ വായിക്കേണ്ടതാണ്. അതിൽ തീരെ പുള്ളിക്ക് കാശില്ലാത്ത ഒരാളൊക്കെ ആയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചോട് 250 കോടിയുള്ള ആള്. കൗണ്ടർ കേസ് കൊടുത്തപ്പോൾ 250 കോടി എന്താ ആവിയായിപ്പോയോ? പിന്നെ ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പ് ഉള്ളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഈ ഡോക്ടർ പേഷ്യൻ്റ് ബന്ധം മാത്രമേ ഉള്ളൂ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണാവോ നിങ്ങൾ കല്യാണം കഴിച്ചത്? അതോ ചികിത്സിക്കാൻ വരുന്ന എല്ലാ ഡോക്ടർമാരെയും നിങ്ങൾ കല്യാണം കഴിക്കൂ? നിങ്ങളും പറ, ആ കല്യാണം, ആ ഫങ്ഷൻ ഇത്ര ആൾക്കാരനെ ഇൻവിറ്റേഷൻ കാർഡ് വിളിച്ച് ഭാര്യ എന്ന് വിളിച്ചുകൊണ്ട് നടന്നത്. അപ്പോൾ തെറ്റാണെങ്കിൽ നിങ്ങളതിനെ എല്ലാവരും പറ്റിക്കല്ലേ? അപ്പം നിങ്ങൾ കേസ് കൊടുക്കണ്ടേ? നിങ്ങളതിനെ എല്ലാവരും കൂടി പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ശരിക്കും ഈ മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? ഒരു പെങ്കൊച്ചിനെ കല്യാണവും കഴിച്ച് ഇത്രയും നാളും കൊണ്ടു നടന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവൾ എൻ്റെ ഭാര്യയല്ല, അവൾ എൻ്റെ ഡോക്ടർ മാത്രമാണ് എന്ന് പറയുന്നതിൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് വയ്യാതെ കിടന്നപ്പോൾ നിങ്ങളെ നോക്കാൻ, നിങ്ങളെ കെയർ ചെയ്യാൻ നിങ്ങൾക്കൊരു പെങ്കൊച്ചിനെ ആയിരുന്നു വേണ്ടത്. നിങ്ങൾ വല്ല ഹോം നേഴ്സിനെയും വെക്കണമായിരുന്നു. ഇപ്പം ആ കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾ ഒറ്റ ഒരാൾക്ക് തന്നെയാണ്. കാരണം അത്രയും മാനസികമായിട്ട് ഒരാളെ തളർത്തിക്കഴിഞ്ഞാൽ അയാൾ എത്ര ബോൾഡാണെങ്കിലും ഒരു നിമിഷം മതി കൈവിട്ടു പോവാൻ. അതാണ് ഇപ്പം ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ച് കഴിയുമ്പോൾ വരും കുറേ മീഡിയാസിനെയും വിളിച്ചിട്ട് എക്സ്പ്ലനേഷനും കൊണ്ട്. ഇനിയെങ്കിലും എലിസബത്തിന് നീതി കിട്ടൂ? കണ്ടു തന്നെ അറിയണം. ബൈ.